ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിതൊരു റീഡിംഗ് എടുക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത്, അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്താ നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ ഒരു റീഡിംഗ് എടുക്കാം. ഇന്ന് കാർഡും ഷഫിൾ ചെയ്തെടുക്കാം. ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ചാണെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾ ഓക്കെ എടുക്കാം. ഓക്കെ, ഇത്രയും കാർഡ് എടുത്തേക്കുന്നേ. ഇത് നോക്കാം എന്താണ്. എംബറർ അബോട്ടം വന്നിരിക്കുന്നത്. കാർഡല്ല ഏതാന്ന് വന്നിട്ട് നോക്കാം. ഏസ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, 5 ഓഫ് സോർട്സ്, 7 ഓഫ് കപ്സ്, Knight of Cups, Page of Pentacles, 2 of Swords, 10 of Cups, 2 of Wands, 3 of Swords. ഇപ്പോൾ 3 of Swords വന്നിട്ടുണ്ട്. നിങ്ങൾ ബ്രേക്കപ്പ് ആണെന്ന് തോന്നുന്നു, അതോ ഇനി എന്തോ ഒരു ചെറിയ പിണക്കോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 3 of Swords വന്നേക്കുന്നുണ്ട്. എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു. പിണക്കോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങളെക്കാട്ടി കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വേറെ എന്തിനൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ട്. ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിരിക്കണം. കുറച്ച് ഈ ബാഡ് ഹാബിറ്റ്സൊക്കെ ഇല്ലേ, മദ്യപാനം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവർക്കിപ്പോൾ അതിലൊക്കെ കുറ്റബോധമുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയല്ലോ എന്നുള്ള വിഷമമുണ്ട്. അവർ എല്ലാം നഷ്ടപ്പെട്ട പോലെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളിനെ പോലെ അവർ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവർക്കിനി എങ്ങനെ ഇതെല്ലാം തിരിച്ച് നേടാൻ പറ്റും, നിങ്ങളെ എങ്ങനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളെ എന്തോ രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്. 5 സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചീറ്റിങ് തിരിച്ചിപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടിരിക്കുകയാണ്. ആ ഒരു ചീറ്റിങ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ കിട്ടിയവർക്ക്. അപ്പോൾ അവർക്കും നിങ്ങളുടെ വേദന മനസ്സിലായി. നിങ്ങളെന്താന്ന് വിഷമിച്ചു എന്നുള്ളത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഇപ്പം നല്ല ഈ എന്താ തെറ്റ് പറ്റിയത് എല്ലാം ഓർത്ത് അതെല്ലാം അതിൽ നിന്നെല്ലാം മാറി ഇപ്പം എങ്ങനെ നീ തിരിച്ചെല്ലാം നേടാമെന്നുള്ള ഒരു നേടിയൊരു ഇതിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങളെയും കൂടെ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് വേണം. എന്നാലേ അവർക്ക് ലൈഫ് ഫുള്ളാക്കാൻ അവർക്ക് പറ്റൂ. കാരണം അവർക്ക് നിങ്ങളില്ലാതെ ഒന്നും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളാണ് അവരുടെ എല്ലാം. അവർക്ക് നിങ്ങൾ വന്ന് അവരുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതം സക്സസ് ആകത്തുള്ളൂ. പിന്നെ 2 സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പം നിങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഏത് സെലക്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. പൈസയുടെ കാര്യത്തിൽ അവർക്ക് ഇപ്പോൾ അവരൊന്ന് സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. അവർക്ക് കുഴപ്പമില്ല. അവർക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വിഷമം. നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും
റീയൂണിയൻ ആവണം, സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ. തെറ്റുകളെല്ലാം അവർക്ക് മനസ്സിലായി. അതൊക്കെ അവർ തിരുത്താനും തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു ആലോചനയിലാണ് അവർ നിൽക്കുന്നത്. എങ്ങനെ തുടങ്ങാൻ പറ്റും ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ ഭയങ്കര പ്രണയത്തോടെ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് തെറ്റ് മനുഷ്യരല്ലേ, എല്ലാവർക്കും കുറച്ചൊക്കെ തെറ്റ് പറ്റത്തില്ലേ. ചില സമയങ്ങളിൽ നമുക്കും പറ്റും എല്ലാവർക്കും. അപ്പോൾ നമ്മളും കുറച്ച് ഈഗോ ഒക്കെ മാറ്റി വെച്ച് നമ്മൾ അതൊക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ കിങ് ഓഫ് കപ്സ് വന്നേക്കുന്നു. അത് നിങ്ങൾക്കായാലും ഇപ്പം അവരെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം, എനിക്ക് മുമ്പോട്ട് പോകാൻ അറിയാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കത് മനസ്സിലായി തുടങ്ങി, നിങ്ങൾക്ക് അവരുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം പക്ഷേ അവർ നിങ്ങളെ പ്രതീക്ഷിച്ച് മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാ. അവരുടെ ഹൃദയം കൊണ്ട് നിങ്ങളെക്കുറിച്ച് എന്താ ആലോചിക്കുന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പേഴ്സണൽ റീഡിങ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.